സമാധാനവും സർവ്വനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ക്രിസ്തു സമ്പൂർണ്ണ ദൈവവും സമ്പൂർണ്ണ മനുഷ്യനുമാണ്. അതായത് ഒരു വ്യക്തിത്വം രണ്ട് സ്വഭാവമെന്ന് പറയും. വൺ പേഴ്സൺ ടു നേച്ചേഴ്സ്. പരിശുദ്ധ തൃത്വത്തിലെ രണ്ടാമത്തെ ആൾ എന്ന തനിമ. സ്വഭാവത്തിൽ മാനുഷികവും ദൈവികവും എന്ന യുഗ്മവും. സമഞ്ജസമായ സമ്മേളനം, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ എന്നാണ് ഇതിനെ സാങ്കേതികമായി വിളിക്കുന്നത്. ലളിതമായി പറഞ്ഞാൽ ക്രിസ്തു മനുഷ്യനായി അഭിനയിക്കുകയായിരുന്നില്ല, യഥാർത്ഥ ദൈവവും യഥാർത്ഥ മനുഷ്യനുമായിരുന്നു എന്നതാണ് അതിൻ്റെ സാരാംശം. ഇന്നലെ നമ്മൾ ശ്രദ്ധിച്ച ആരിയൂസ് എന്ന അബദ്ധ പ്രബോധകൻ ക്രിസ്തുവിൻ്റെ ദൈവത്വത്തെ നിഷേധിച്ചു. അത് സഭയെ വലിയ രീതിയിൽ പിടിച്ചുകുലുക്കിയ ഒരു വേദവിപരീതമായിരുന്നു. സഭാപിതാക്കന്മാർ ഇതിനെതിരെ കനത്ത പ്രതിരോധം തീർത്തു. സത്യവിശ്വാസത്തിൻ്റെ ഉരകല്ലായി നിഖ്യാ വിശ്വാസ പ്രമാണം നൽകപ്പെട്ടു. ആരിയൂസിന് ബദലെന്നോണം പല പ്രബോധനങ്ങളും വന്നു. അതിൽ പലതും സ്വന്തം നിലയിൽ അബദ്ധവിശ്വാസങ്ങളുമായി. അങ്ങനെ ഒന്നാണ് നെസ്തോറിയനിസം. ക്രിസ്തു ദൈവമാണെന്ന് ശക്തിയുക്തം വാദിച്ചു വന്നപ്പോൾ ക്രിസ്തുവിൻ്റെ മനുഷ്യ സ്വഭാവത്തെ ദർശിക്കാൻ ദഹിക്കാൻ അതിനായില്ല. അതുകൊണ്ട് തന്നെ ഒരാൾ രണ്ട് സ്വഭാവം എന്ന സത്യപ്രസ്താവനയെ തെറ്റിച്ചുകൊണ്ട് നെസ്തോറിയസ് പഠിപ്പിച്ചു ക്രിസ്തുവിൽ രണ്ടു സ്വഭാവവും അതിന് കാരണമായ രണ്ടാളുകളുമുണ്ട് എന്ന്. ദൈവിക ആളും മാനുഷിക ആളും. അതിൽ മാനുഷിക ആളിൻ്റെ അമ്മ മാത്രമാണ് പരിശുദ്ധ മറിയമെന്ന് അദ്ദേഹം പഠിപ്പിച്ചു. 431 എഫേസസ് സൂനഹദോസ് ഈ വേദവിപരീതത്തെ തിരുത്തി. പരിശുദ്ധ മറിയം മനുഷ്യനായ ക്രിസ്തുവിൻ്റെ അമ്മ മാത്രമല്ല, ദൈവത്തിൻ്റെയും അമ്മയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെയോട്ടോക്കോസ്. കാരണം ക്രിസ്തു സമ്പൂർണ്ണ മനുഷ്യൻ മാത്രമല്ല, സമ്പൂർണ്ണ ദൈവവുമാണ്, വേർപിരിയാനാകാത്ത വിധം. ഇന്ന് ജനുവരി 1 ഈ വിശ്വാസ സത്യമാണ് നമ്മൾ ആഘോഷിക്കുന്നത്, പരിശുദ്ധ ദൈവമാതാവിൻ്റെ തിരുനാൾ. ആഴങ്ങളിൽ ശ്രദ്ധിക്കുമ്പോൾ ഇത് ക്രിസ്തുവിൻ്റെ യാഥാർത്ഥ്യത്തെ സംബന്ധിച്ച ഒരു വിചാരമാണ്. ക്രിസ്തു ഇഴപിരിയാനാകാത്ത വിധം ദൈവവും മനുഷ്യനുമാണ്, ഹൈപ്പോസ്റ്റാറ്റിക് യൂണിയൻ. അല്ലാതെ നെസ്തോറിയസും മറ്റും പറഞ്ഞതുപോലെ ദൈവഭാവം എന്നത് മനുഷ്യഭാവത്തിൽ എങ്ങനെയോ കടന്നുകൂടിയിരിക്കുന്നതല്ല. നെസ്തോറിയസിൻ്റെ ഈ സങ്കല്പത്തെ പ്രൊസോപ്പിക് യൂണിയൻ എന്നാണ് വിളിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ മുഖസാദൃശ്യം. ദൈവം മനുഷ്യൻ്റെ ഒരു മുഖം മൂടി ധരിച്ചു വന്നതുപോലെ ക്രിസ്തുവിൻ്റെ യഥാർത്ഥ മാംസഭാവത്തെ, മനുഷ്യാവതാരത്തെ നിഷേധിക്കുന്നവനാണ് അന്തിക്രിസ്തു എന്ന് ഈ ദിവസങ്ങളിൽ യോഹന്നാൻ ശ്ലീഹാ പറയുന്നത് ഇതുമായി ചേർത്ത് വായിക്കണം. മനുഷ്യാവതാരം എന്നത് ഒരു പ്രച്ഛന്ന വേഷമോ മുഖാവരണമോ അല്ല. നമ്മെ സ്നേഹിച്ച് നമ്മോടൊന്നായവൻ്റെ ദൈവത്തികവാണത്. ഇന്ന് പുതുവർഷം കൂടിയാണല്ലോ, ജനുവരിയുടെ പടിവാതിലിൽ. ജാനൂസ് ദേവൻ്റെ പേരാണ് ജനുവരിക്ക്. ഇരുമുഖനാണ് ജാനൂസ് ദേവൻ, ഭാവിയിലേക്കും ഭൂതകാലത്തിലേക്കും കണ്ണു നട്ടിരിക്കുന്നവൻ. കടന്നുപോക്കുകളുടെ ദിശാസന്ധി പോലെ, അവസ്ഥാന്തരങ്ങളുടെ വേദിക പോലെ ഇരുമുഖങ്ങളുമായി അവനിതാ ഇന്നിൻ്റെ പടിവാതിൽക്കൽ നിലകൊള്ളുന്നു. മനുഷ്യൻ്റെ വർത്തമാനകാലങ്ങളിൽ തിരിഞ്ഞുനോട്ടങ്ങളും എത്തിനോട്ടങ്ങളും സമ്മേളിക്കുന്നുവെന്ന് ഓർമ്മിപ്പിക്കാൻ. എന്നാൽ ഇന്നിതാ ഇന്നിൻ്റെ ഗണിതങ്ങളെയും ഗണനകളെയും തകിടം മറിച്ചുകൊണ്ട് ദൈവം നമ്മുടെ നേർക്ക് തൻ്റെ മുഖം തിരിക്കുകയാണ്. അഹരോൻ്റെ ആശിഷത്തിലൂടെ തിരുവചനം ഇന്ന് ഈ അനുഗ്രഹം നമുക്ക് പകർന്നു തരും. സംഖ്യ 6:22 മുതൽ. ഇരുമുഖങ്ങൾക്കിടയിൽ ഒരു തിരുമുഖ ദർശനം. ഇന്നലെയുടെ വേദനകൾക്കും വരാനിരിക്കുന്നതിൻ്റെ അനിശ്ചിതത്വങ്ങൾക്കുമിടയിൽ ദൈവം നൽകുന്ന ഉറപ്പാണ് ക്രിസ്തു. ദൈവം തൻ്റെ മുഖപ്രകാശം ക്രിസ്തുവിലൂടെ ചൊരിഞ്ഞിരിക്കുന്നു. ദൈവത്തിൻ്റെ മുഖമാണ് ക്രിസ്തു, സ്നേഹത്തിൻ്റെ മുഖം. അതും എൻ്റെ മാംസത്തെ ചൂഴ്ന്നുകൊണ്ട് അവൻ വന്നു. എന്നോട് അവനൊന്നായി, എന്നെ അവനോടൊന്നാക്കുകയും ചെയ്തു. പരിശുദ്ധ അമ്മ തൻ്റെ ഉണ്ണിയെ ആദ്യമായി വാത്സല്യപൂർവ്വം കയ്യിലെടുക്കുമ്പോൾ ആ ഓമന മുഖത്ത് കണ്ടത് ദൈവത്തെ തന്നെയാണ്, ദൈവവും മനുഷ്യനുമായവനെ. പരിശുദ്ധ ദൈവമാതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ.